സോ ഗൈസ് ഗുഡ് മോർണിംഗ്. AJR വ്ലോഗിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. സോ ഞങ്ങൾ ഇന്ന് എവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വീഡിയോ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ എവിടേക്കാ പോകുന്നത് ഈ വിഷ്വൽ കണ്ടിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് സ്റ്റിൽ ചെയ്തിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ, ഞങ്ങൾ എവിടെ എത്തി എന്നുള്ളത്. എന്തായാലും ഞങ്ങള് തന്നെ പ്രതീക്ഷിക്കാം. നമ്മള് നേരെ അങ്ങോട്ട് തിരിച്ചാൽ ആ ഇതിൽ കാണില്ലേ? എവിടെ കാണുന്നുണ്ട്? ഇതിൽ കാണിക്കരുത്. ഇതിൽ കാണുന്നത് പിന്നെ ഞങ്ങള് പോലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയാണ് ഞങ്ങളത് ഇന്ന്. ഓക്കെ, ഞങ്ങള് യാദൃശികമായിട്ട് നീ എന്റെ സർപ്രൈസ് തന്നുകൊണ്ട് അല്ലെ, റംസാദ് സർപ്രൈസ് തന്നുകൊണ്ട് നാട്ടിലെത്തി. ആ സർപ്രൈസ് വീഡിയോ ഇല്ലേ നമ്മൾക്ക്, ഇതിലോ അതാ ആ സർപ്രൈസ് വേറെ മുത്തുമോള എങ്ങനെയാണ് അന്നൊരു സർപ്രൈസ് എന്താണ് സർപ്രൈസ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടോ, എന്റെ കാലത്ത് നാ പഠിച്ചിട്ടില്ല, അതാണ് കിട്ടാത്തത്. എന്തായാലും ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട്, ആ വീഡിയോ ഒക്കെ കാണാം, ഇഷ്ടപ്പെട്ട ലൈവും കമന്റ് ഒക്കെ ചെയ്യാം. ഞങ്ങള് പിന്നെ റംഷാദ് ഇന്നലെ എത്തി, മിനിഞ്ഞാന്ന് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം ശനീസ് ഞായർ 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. റംഷാദ് ഒരാഴ്ച 10 ദിവസം ഇവിടെ ഉണ്ട്. എന്നാൽ എവിടേക്ക് പോകണം എന്ന വിഷ്വലുമായിട്ട് നമ്മള് 2-3 മണിക്കൂറാണ് ഡിസ്കസ് ചെയ്തത്. വട്ടവട, പിന്നെ മൂന്നാറ്, പോണ്ടി, വാഗമണ്, മൈസൂര്, കൊടൈക്കനാല്, ഊട്ടി, പിന്നെ മറ്റേ മസനഗുഡി വഴി ഊട്ടി, അമ്പി, പല പ്ലാനിങ്. ലാസ്റ്റ് ഞങ്ങള് എവിടേക്കൊന്നും അറിയില്ല, വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങളോട് പോന്നു. 2 കൂട്ട് ഡ്രസ്സ് എല്ലാരും കയറ്റി. സോ ഞങ്ങള് പിന്നെ എവിടേക്കൊന്നും പ്ലാനിങ് ഇല്ല, പെട്ടി കെട്ടി വണ്ടിയിൽ കയറ്റി ഞങ്ങൾ പുറപ്പെട്ടു. രാത്രി 1 മണിക്ക് പുറപ്പെട്ടതാ. ഇപ്പൊ നേരം വെളുത്തു. ഇപ്പൊ ഞങ്ങൾ ഏകദേശം മൈസൂരിനോട് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ ആരും കമന്റ് ചെയ്തില്ലല്ലോ, എന്നാൽ ഞങ്ങൾ മൈസൂർക്കാ പോകണം. ഓക്കെ, മറ്റേ അങ്ങനെ കിട്ടില്ല. ആനക്കുട്ടിയുണ്ട്, വലിയ ആനമുണ്ട്. അനിയ ബാബുടാ, ഫസ്റ്റ് നമ്മളെ പ്ലാനിങ് പോവാണ്. അവിടെ എത്തി. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാം. ആകെ ടയറാ. അപ്പൊ സൂവിന്റെ ടൈമിങ് 8:30 കേട്ടോ. ഞങ്ങൾ 10 മണിയാണ് വിചാരിച്ചത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ട് ഇവരോട് ചോദിച്ചോളാം പറഞ്ഞു 8:30 ഓപ്പൺ ആണ്, 5:30 ക്ലോസ് ആവും. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൊണ്ട് നേരെ സൂപ്പർ ചെയ്യാം. ഓക്കെ, പിന്നെ ഹലോ, വണ്ടി ഫുള്ള് ഓടിച്ചത് ഞാനാണ് കേട്ടോ. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സണ്ണിന്റെ മുഖത്ത് കടിച്ച് അപ്പുറത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോൾ വണ്ടി ഓടി, ഫുള്ള് വണ്ടി ഓടി. രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്ത് ഞാനാണ്. ഒരു കണ്ണിന്റെ പോൾ അടക്കാതെ ഫുൾ ഡ്രൈവ് ചെയ്ത് ഞാൻ. അതുകൊണ്ട് എത്ര നേരെടുത്ത് തന്നെ അവിടെ പോയി കിടക്കരുത്. ആ ചെക്ക് പോസ്റ്റിൽ വെറുതെ 1 മണിക്കൂർ തൂക്കം വലിച്ചു ഉറങ്ങിയിരുന്നു അവനൊക്കെ. ഞാൻ അവിടെ ഉറങ്ങിയിട്ടില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പാർക്കിങ് നേരെ അണ്ടർഗ്രൗണ്ട് വഴി നേരെ നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് പോയി പൊന്തും. ഓക്കെ, അതാ സൂവിൻ്റെ ഉള്ളിൽ വന്ന് നമ്മൾ കയറി. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ, വലിയ റഷൊന്നുമില്ല, കാലത്ത് തന്നെ ആയതുകൊണ്ട് വലിയ റഷൊന്നുമില്ല. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ നേരെ സൂവിലേക്ക് കയറുന്നു. എൻട്രി ഫീസ് ഒരാൾക്ക് 100 രൂപ, കുട്ടികൾക്ക് 50 രൂപ. അപ്പോൾ ടിക്കറ്റ് എടുക്കൽ കഴിഞ്ഞു. അനിയോ പിടിക്കട്ടെ അനോ പിടിക്കട്ടെ. ണ്ടോ അനു
ഗോറിയില്ല സൂം ചെയ്ത് അതാ ഞാൻ നടന്നു പോവാ അങ്ങോട്ട് വായോ ഇവിടെ വായോ ഹലോ കണ്ടോ ഭൂതം ഇവിടെ വാടാ അത് റൂമിക്ക് പോവാണ് അതിന്റെ ബെഡ്റൂം അവിടെയാണ് അതാ അതിന്റെ ഡോറ് തുറന്നോ ഇല്ലല്ലേ ഡോറ് തുറക്കൂലേ അവിടെ പോയിരിക്കണം ഡോർ തുറക്കാൻ വെയിറ്റ് ചെയ്യാണ്. ക്ഷീണിച്ചു. വായോ തക്കാളിയും കാബേജും ഒക്കെ ഒരു ബോബു പോയിട്ടാ നടക്കേ കിലോമീറ്റർ ബാക്കിയാട്ടോ 3 കിലോമീറ്റർ നടക്കാനുള്ളത് 1 കിലോമീറ്റർ നടന്നു. ഒരു രണ്ടര ഞാൻ സോ ഗായ്സ് ഞങ്ങളിതാ 3 കിലോമീറ്റർ നടന്നു. ഇതാ എക്സിറ്റ് പോയിന്റ് കേട്ടോ. ഞങ്ങൾ എക്സിറ്റ് പോയിന്റിലെത്തി. വണ്ടിയിൽ പോവാട്ടോ. വണ്ടിയിൽ പിന്നെ ഒരാൾക്ക് 200 രൂപയാണ്, കുട്ടികൾക്ക് 150 രൂപ. പക്ഷെ ഞങ്ങളത് എടുക്കായിയാണ്. കാരണം അത് അത്ര തന്നെ അങ്ങോട്ട് ഫുള്ള് കവർ ചെയ്യുന്ന തോന്നുന്നില്ല. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു 3 കിലോമീറ്റർ. ഓക്കെ, ഏതായാലും നടന്നു കഴിഞ്ഞു, തിരിച്ചു കഴിഞ്ഞു. പോവാ. അനു ജിറാഫോടെ ആ വെരി വെരി കഴിഞ്ഞു. 3 കിലോമീറ്റർ നടന്നു. ഞാൻ ഇവനെ 8 നടന്നു കേട്ടോ. ഫുള്ള് ഞാൻ ഇവനെ 8 നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്റെ ഹോട്ടൽ ആനന്ദഭവനിൽ കയറി ചിക്കൻ ബിരിയാണി കഴിച്ചു. ആനന്ദഭവനിൽ കയറി ചിക്കൻ ബിരിയാണി. ലാസ്റ്റ് പറയണു ഓംലെറ്റ് തരുമെന്ന്. അപ്പൊ ഓംലെറ്റ് വെച്ചാണെന്ന് പറഞ്ഞ വിചാരം പള്ളിയിൽ പോയി പറയാം. അതും കൂടി നിൽക്കില്ലേ ഒരു ഓംലെറ്റ് എങ്കിലും. അപ്പൊ ഒരു ഓംലെറ്റ് എങ്കിലും വെച്ചായാലെന്താ ഓംലെറ്റ് കിട്ടൂലെന്നാണ് സാധനം. എന്തായാലും ഞങ്ങൾ താലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഷ്റൂം ബിരിയാണി, പിന്നെന്താണ് പനീർ ബിരിയാണി, ഷിസ്വാൻ ഫ്രൈഡ് റൈസ്, പിന്നെ ഗോബി മഞ്ചൂരി, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. താലി എത്തിയിട്ടുണ്ട്. താലി കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിച്ചൊക്കെയാണ്. നമ്മളെക്കാട്ടിയും വലിയ പപ്പടം, കിടന്നുറങ്ങാം പപ്പടത്തിന് മുകളിൽ. പിന്നെ ചപ്പാത്തി, ചോറ്, ചോറ്, പായസം ഒക്കെ ഉണ്ട്. ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂ കഴിഞ്ഞു, ആനന്ദഭവൻ ഭക്ഷണം കഴിച്ചു, ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറ്റി ഞങ്ങൾ പാലസിലെത്തി. സമയം ഇപ്പോൾ 2 മണി, 2:05. ഇനി അടുത്ത പാലസാണ് നമ്മൾ പ്ലാനിങ്. സോ ഇവിടെയാണ് ഞങ്ങളുടെ പാലസിൻ്റെ എൻട്രി. ഓക്കെ, ടിക്കറ്റ് ചെക്കിങ് ഇവിടെയാണ്. ഇവിടുന്ന് എൻട്രി വന്ന് നേരെ ഞങ്ങളിവിടെ കയറുന്നു. അപ്പോൾ ഇത് നമ്മളെ പാലസ്. പാദരക്ഷകളും ഉപേക്ഷിക്കണം കേട്ടോ. ചെരുപ്പൊക്കെ ഊരി അവിടെ വരിക. എന്നിട്ട് ഇങ്ങനെ നടക്കുക അതിൻ്റെ ഉള്ളിൽ. ഫോക്കസ് ആവുന്നു. എൻ്റെ ഫാമിലി അവിടെ. ഉമ്മ അവിടെ, റയാനോ? ആ വെരി 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 ഇങ്ങനെ റിബൺ കെട്ടിയിട്ടുണ്ട്. അതിലങ്ങനെ ആ റൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുക. ഉള്ളിൽ ഇപ്പം സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2:30 ആയി.
പക്ഷെ നല്ല തണുപ്പാട്ടോ. പുറം കണ്ടില്ല, നല്ല തണുപ്പാണ്, ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥ ഇതിൻ്റെ ഉള്ളിൽ. പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പഴയ സാധനങ്ങൾ. അപ്പം മക്കളെ, ഞങ്ങൾ നടന്ന് ചടച്ചപ്പോൾ ഒന്ന് ഇരുന്നതാട്ടോ. സംഭവം ഇഷ്ടപ്പെട്ട് നടക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല തണുപ്പാണ്, ചൂടൊന്നുമില്ല. പക്ഷേ ആ സൂര്യനുള്ള നടത്ത് 3 കിലോമീറ്ററും പിന്നെ ഉച്ചഭക്ഷണം ഒക്കെ കൂടി ആയപ്പോൾ ഭയങ്കര ഒരു ക്ഷീണം. അപ്പം ഞങ്ങളൊന്ന് വിശ്രമിക്കാൻ ഇവിടെ ഒന്ന് ഇരുന്നതാണ്. ഇതാണ് ഞങ്ങൾ അകത്തളം, നടുമുറ്റല്ല, നടുമുറ്റം. സിൽവർ ചെയർ. ഈ മിറർ കിട്ടുക, ഒരു മിറർ അവിടെ, അതേപോലെ ഒരു മിറർ ഇവിടെ. ആനക്കൊമ്പിൽ തീർത്തതാണ്. പെയിൻറ്റിങ് കണ്ട, ആ ഒരു പെയിൻറ്റിങ് ആണ്. സൂം ചെയ്യും, അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ് ആണല്ലോ. ഈ ഡോറൊക്കെ ഉള്ള ഗണപതി. ഇവിടെയാണ് നടുമുറ്റം പോലൊരു സ്ഥലം. ഒരു മല്ലയുദ്ധങ്ങളൊക്കെ നടത്തുന്ന ബലാബലം നടത്തുന്ന സ്ഥലമാണിത്. ഓക്കെ, രാജ്ഞിമാരൊക്കെ മുകളിൽ നിന്ന് ഇരുന്ന് കാണും. ഇത് ഗോൾഡൻ ജ്വല്ലറിയാണ്. ഗോൾഡൻ ഞങ്ങൾ പിന്നെ കാലത്ത് മ്യൂസിയം തന്നെയല്ല, കാലത്ത് ഞങ്ങൾ സൂല് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലസിൽ പോയി. പാലസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയത്ത് 3 മണി. പാലസിൽ 1 മണിക്കൂർ. ഓക്കെ, ഇപ്പം ഞങ്ങളുള്ളത് കറാച്ചി നാഷണൽ പാർക്ക്. ഓക്കെ, അതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ സൂവിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഒന്നും കണ്ടില്ലേ, ഇതൊരു 1.5 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു പാർക്കാണ്, നാഷണൽ പാർക്കാണ്. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. വൃന്ദാവനത്തേക്ക് പോകാൻ സമയം ആയിട്ടില്ല. വൃന്ദാവനത്തേക്ക് പോകുന്നത് 5 മണി ആവണം. ആദ്യം ഇവിടുന്ന് സൂക്ക് വഴിയുണ്ട് കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങള് പിന്നെ സൂലും പിന്നെ പാലസിലൊക്കെ ഇതിന്റെ മുന്നും കയറിയിരുന്നു. ഈ ഒരു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്താ നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. വെറുതെ കയറി 30 റുപ്യ ഒരാൾക്ക്. ഹനു പോലീസ് റിവേഴ്സ് പോവാ. നമുക്ക് റിവേഴ്സ് പോവാം. ലൈസൻസ് തന്നത് ആ കുത്തിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ തള്ളത്തുകൂടി ഒരു പറ്റിപ്പോയി മക്കളെ, പറ്റിപ്പോയി. ഇനി എടുക്കൂല. ഇതിനെക്കാട്ടി നല്ലത് നടക്കലായിരുന്നു. ഒന്ന് നടന്ന് കാലിന്റെ ഉപ്പാടാണ് കഴിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഇതെടുത്തത്. അയ്യോ വയ്യ, ഭയങ്കര പണിയാ. ചവിട്ടിട്ട് കാല് വേദനിക്കാൻ വയ്യ. ഞാൻ തള്ളത്ത് കൂടെ നിർത്തിക്കാണ്. വയ്യ ചവിട്ടാന്. ഞാൻ വെറും ഇതിന്റെ ഹാൻഡ് തിരിക്കണാണ്. കാലോട്ട് വയ്യ, കാല് വേദന അടിക്കാൻ വയ്യ. മക്കളെ ഇതിപ്പോ ഞാൻ ഒറ്റക്കാട്ട് ഓടിക്കണത്. സ്റ്റെയറിംഗ് മാത്രമാണ് ഇപ്പൊ. ഞാൻ സ്ട്രാങ്കാണ്, സ്ട്രാങ്ക്. ഓ ആ ഞാൻ നിർത്തി. ആ തിരി
ഇപ്പുറത്ത് നടക്കുക പോവാ 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 പേരുണ്ട് എനിക്കല്ലോ എന്നാ ഓ മോനെ മോനെനിക്ക് അയിമത്തന്നെ മറ്റേ സീറ്റിലിരുത്താന് സോ ഗൈസ് ഞങ്ങള് ആ പരിപാടിയും കഴിഞ്ഞു. അപ്പം ഞങ്ങള് മൈസൂരിനോട് വിട പറയണം. ഇനി ഇവിടെ വൃന്ദാവനാണെന്ന് കാണാനുള്ള പ്ലാനിങ്. ചാമുണ്ടിയിലും വൃന്ദാവനും ഇതൊക്കെ നമ്മൾ പല വട്ടം കണ്ടതാണ്. ഇപ്പൊ സൂ ആണെങ്കിലും നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ്, പാലസ് ആണെങ്കിലും കണ്ടതാണ്. ലാസ്റ്റ് നമ്മൾ കയറിയത് എന്താണ് സിനിമ? കൈലാഞ്ചി ലൈക്കോ? കറാഞ്ചി ലൈക്ക്, കറാഞ്ചി നാഷണൽ പാർക്ക് അല്ലേ? അതാണ് ലാസ്റ്റ് ഞങ്ങൾ കയറിയത്. അത് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. മൈസൂർ പല വട്ടം വന്നിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ അതൊന്ന് കയറി. അത് വലിയ ടിക്കറ്റ് റേറ്റ് ഒന്നുമില്ല. 30 റുപ്യ വലിയവർക്കും 20 റുപ്യ ചെറിയവർക്കും ടിക്കറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പെഡൽ ബോട്ട് എടുത്ത് അത് നഷ്ടമാണ്. അത് ഭയങ്കര അധ്വാനാണ്. 2 ആൾ കയറിയ ബോട്ടിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. 4 ആൾ കയറിയ ബോട്ടിൽ ചവിട്ടിന്റെ ഉപ്പാടളകി. ഒന്നാമത്തത് 5 കിലോമീറ്ററിന്റെ വരെ നടന്നിക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടില്ല, ഞാൻ വയസ്സനായതുകൊണ്ടായിരിക്കും. ശരി, എന്തായാലും വയസ്സനല്ലാത്ത ആള് ചവിട്ടിട്ടും വയ്യാന്ന് പറഞ്ഞിരുന്നു. റംഷാദ് വയസ്സനായിക്കണോ? റംഷാദ് വയ്യാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ വയസ്സനാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ എന്തായാലും ഞങ്ങൾ കറാഞ്ചി ലൈക്ക് അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പൊ വൃന്ദാവന് കാണാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ടയർഡാണ് ഒന്നാമത്തെ. ഈ വൃന്ദാവന് പോയാലും ഇതേപോലെ നടക്കണം കുറെ. അപ്പൊ കുട്ടികളും പറഞ്ഞ് എന്നാ ഞാൻ ഊട്ടിക്ക് വിടാന്നുള്ളത്. അപ്പൊ ഞങ്ങള് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആ സൗണ്ടിൽ തന്നെ പറഞ്ഞാലോ, എങ്ങനെയുണ്ടോ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അങ്ങനെയല്ലേ പറയും? അപ്പൊ ഞങ്ങൾ അതിലേക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ്. ഊട്ടിയിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ റൂം അപ്പം തന്നെ, കാരണം നമ്മളവിടെ എത്തുമ്പോൾ രാത്രി 9 മണിയാവും. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് റൂമിൽ തെണ്ടി തിരിഞ്ഞാണ് എടുക്കണ്ട. അപ്പോൾ നേരെ അത് ഊട്ടിയിലാട്ടോ. മൈസൂരിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മൈസൂരിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം വേണ്ടി വരും എന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് പിന്നെ വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞു. നേരെ ഊട്ടിയിലെ ഫ്രണ്ട്സിനെ വിളിച്ചു, അവിടെ റൂം സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വൈകുന്നേരം 9 മണിയാകുമ്പോഴത്തേന് തട്ടുമുട്ടും കേൾപ്പൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഊട്ടിയിലെത്തും. അപ്പൊ നാളെ നമ്മൾ ഊട്ടി എക്സ്പ്ലോർ ചെയ്യൂലേ? നാളെ കാലത്ത് നീച്ച് എന്താ പറയാ, ആ ഗുഡ് മോർണിംഗ് ഒരു കട്ടൻ ചായയോട് കൂടിയാണ് തുടങ്ങാം. അതാണ് പരിപാടി അല്ലേ മുത്തുമള? കട്ടൻ ചായ, ഊട്ടിന്റെ ആ മഞ്ഞ് 6 മണിക്ക് നീക്കണോട്ടോ. എന്നിട്ട് ആ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, നല്ലൊരു റെക്കോർഡിങ്. ആ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ ആവി പൊന്തണത് ഇങ്ങനെ അല്ലേ ഷൂട്ട് ചെയ്യൂലേ നമ്മളെ? അപ്പൊ അങ്ങനെ അതൊക്കെയാണ് നമ്മളെ പ്ലാനിങ്. ഓക്കെ, എടാ നമുക്ക് മറ്റേ ഷൂട്ടിങ് ഞാൻ വിട്ടിക്കണ്ടാ. അല്ല, മസനഗുഡിയൊക്കെ ട്രെൻഡ് വിട്ടിക്കണ്. പക്ഷെ നമ്മള് ട്രെൻഡ് നോക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ആക്ച്വലി ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വൃന്ദാവനാണെങ്കിലൊക്കെ ചടച്ചുകൂടും, നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലാനിങ് മാറ്റിയത്. ഇപ്പൊ വണ്ടിയിൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടില്ല, അതങ്ങനെ പോയിക്കോളും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ നിർത്തണം. വേറെ എന്താണ്? അപ്പോൾ വീഡിയോസ്, ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഒരിക്കലും എന്താ പറയാ, എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അൺഎക്സ്പെക്ടഡ് തന്നെ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പെട്ടെന്ന് യാത്രയല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ മനുഷ്യനെ സ്വീപ്പാക്കുക. അപ്പൊ ഇത് അൺഎക്സ്പെക്ടഡ് ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ഒരിക്കലും അല്ല, യാത്രയാണ്. ഈ യാത്ര വിചാരിച്ചിട്ടില്ല, ഈ യാത്ര പ്ലാനിങ്ങിലില്ല. നമ്മളെ യാത്ര എപ്പോഴായിരുന്നു? ഏപ്രിലാണ് യാത്ര. പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് ഒരു എന്താ പറയാ യാത്ര ഉണ്ടായതാണത്. ഓക്കെ, അത് ഞാൻ എന്താ പറയാ, തിയേറ്ററിലാണ് ഞാൻ ഇരുന്നത്. ഇപ്പം വരുമ്പോ അവിടുന്ന് ഇറങ്ങി, അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ നിന്ന് പിന്നെ ഇതാ ട്രിപ്പിൽ പോണ്. ഒരു പ്ലാനിങ്ങും ഇല്ല ഈ ട്രിപ്പിനെ കുറിച്ചിട്ട്. മറ്റേ നമ്മൾ പ്ലാൻ ചെയ്യും, ഇന്നൊരു സമയം ഇന്ന മാതിരി നോക്കിയാൽ.
ഇത് എവിടേക്ക് പോകണമെന്നും കൂടി നമുക്ക് നിശ്ചയില്ല. പെട്ടെന്ന് ചടപട എന്നാ യാല്ല എവിടേക്കെങ്കിലും പോവാ. എവിടേക്കാണ്? വെൽക്കം ടു ദക്ഷിണ കൈഷ. അത് വേറെ എവിടേക്കോ വെൽക്കം പറഞ്ഞിരിക്കുകയാണ്. കുട്ടിക്കൊന്നുമില്ല. അല്ല റൂട്ട് മാറിയില്ലല്ലോ. മാപ്പ് 69 കിലോമീറ്റർ നേരെ ഓടാൻ പറഞ്ഞേ. അല്ല നമ്മളെ മറ്റേ സ്ഥലത്തുണ്ടല്ലോ നമ്മള് ആ വരുമ്പോ കാട് കയറിയില്ലേ, അത് കയറിയാ ശ്രദ്ധിച്ചാ മതി. മസനഗുഡി വഴിക്കന്നെ കയറും. അല്ലടാ ഇത് മസനഗുഡി വഴിക്കല്ലാതെ നേരെ പോവോ? വേറെ റൂട്ടുണ്ട്. എന്തായാലും ഊട്ടിക്ക് എത്തുമ്പോ അറിയാം. ഗൂഗിൾ അമ്മച്ചിനെ ഫോളോ ചെയ്തോ. കല്ലി ഗൂഗിൾ അമ്മച്ചി നല്ല പറ്റിക്കലുണ്ട് ആളെ. ഇന്നലെ ഇപ്പൊ നമ്മളെ തന്നെ വിളിച്ചില്ല. ഇന്നലെ ഞങ്ങള് മൈസൂർ ഇട്ടപ്പോ നേരെ വയനാട് കോഴിക്കോട് 195 കിലോമീറ്റർ ഒക്കെ ഊട്ടിക്ക് തന്നെയാണ്. നഞ്ചങ്കോട്. അപ്പൊ റെഡിയാ നഞ്ചങ്കോട് വഴി തന്നെ. അപ്പൊ സുഹൃത്തുക്കൾ എന്താ പറഞ്ഞു തന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് മുത്തുമ്പോൾ ചെയ്യേണ്ടത്? ബെല്ലൈക്കൺ തല്ലി പൊട്ടിക്കുക. വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ? എത്ര പോരാ? എന്നാ അത്രയൊക്കെ മതി. അത്ര നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി. എന്തായാലും പിന്നെ ഇത് 2 എപ്പിസോഡ് ഉണ്ടാവുമോ? മുത്തുമ്പോൾ എത്ര എപ്പിസോഡ് ഉണ്ടാവും? 2 എപ്പിസോഡ് ഉണ്ടാവും. നോക്കാം എന്താ മക്കളെ. അങ്ങനെ ഞങ്ങളിതാ ബന്ദിപ്പൂര് കാട്ടിലേക്ക് വീണ്ടും കേറിട്ടോ. ഓക്കെ, സമയം 6:49. ഓക്കെ, ഞങ്ങൾ ബന്ദിപ്പൂര് കയറി. ഇങ്ങനെ ഒരു 10-15 കിലോമീറ്റർ കയറിയാൽ മസനഗുഡിക്കാണ് തിരിയാം. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ നേരമായതുകൊണ്ട് എന്തോ നല്ല ബ്ലോക്കാ, കണ്ടില്ല വണ്ടികൾ. ഓക്കെ, ഞങ്ങളിതാ ഗൂഡല്ലൂർക്ക് പോവാതെ മസനഗുഡി റോഡിലേക്ക് തിരിഞ്ഞു. ഓക്കെ, നമ്മൾ മൈസൂരിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ആ ചെക്ക് പോസ്റ്റിന്റെ പേരെന്താ? ബന്ദിപ്പൂര് കഴിഞ്ഞ് മുതുമലയും കയറി. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. മുതുമലിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇറങ്ങിയിട്ടില്ല. അതിന്റെ മുന്നേ നമ്മള് ഇങ്ങോട്ട് കയറി. ഓക്കെ, മസനഗുഡി വഴിയാ 36 എയർപിനുള്ള ആ റൂട്ടിൽ. പക്ഷെ ശരിക്കും പകലായിരുന്നെങ്കിൽ പൊളിക്കുമായിരുന്നു. ഒരു വൈബാ. രാത്രി വലിയ വൈബൊന്നും കാണാനില്ല. മസനഗുഡി. ഓക്കെ, അപ്പോൾ ഇതാണ് മക്കളെ മസനഗുഡി. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ ചുരം ഇറങ്ങി മസനഗുഡി. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു 10-36 പിൻവളവുണ്ട് ഊട്ടിക്ക് കയറാൻ. ഞങ്ങൾക്ക് ഊട്ടിക്ക് അങ്ങോട്ട് കയറുകയാണ്. മസനഗുഡി വഴി ഊട്ടിക്ക്. അത് ബാഗേറ്റ് എടുക്കുന്ന ആൾക്കാർ 29 കിലോമീറ്റർ അല്ല 32 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ റൂം എടുത്ത് കൊടുത്തത്. ഡ്രീം ലാൻഡോ ഇവിടെയോ? ഹൈപ്പർ മാർക്കറ്റാണ്, ഹൈപ്പർ ഷോപ്പ്. അപ്പൊ ഞങ്ങളപ്പോ മസനഗുഡിയിലാണ് ഉള്ളത്. പോട്ടെ വല്ലതും പോയിക്കോട്ടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ. ജീപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ജീപ്പുകൾ കണ്ടല്ലേ. 90-2000 കാലഘട്ടങ്ങളിൽ ജീപ്പുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ നമ്മുടെ നാട്ടിൽ ജീപ്പ്? ഇവിടെ എന്തോ എന്തോ പരിപാടി ഉണ്ടോണ്ട്. അത് ബസ് സ്റ്റാൻഡാണ്. മസനഗുഡി ബസ് സ്റ്റാൻഡ് നേരത്തെ തന്നെ നമുക്ക് ബ്ലോക്ക് കാണിക്കണം. സിഗ്നല് പോലീസല്ലേ, ട്രാഫിക് പോലീസല്ലേ. പിന്നെ ബസ് സ്റ്റാൻഡിൽ പോലീസുമാരുണ്ടാവും. ഇതാണ് മസനഗുഡി അങ്ങാടി. ചന്ത മക്കളെ ഒന്നാണ് മാറിത്തിരി കാക്ക. നമ്മള് പോയിട്ട് നേരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയാൽ മതിയെന്ന്. ഭക്ഷണം കൂട്ടിന്ന് വെച്ചാ പോരെ? അത് കുറച്ച് വേണമെങ്കിൽ ഓടിച്ചാൽ മതി, ഇല്ലെങ്കിൽ കട്ട് ചെയ്താൽ മതി. റെക്കോർഡ് തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ മക്കളെ ഞങ്ങള് പിന്നെ ഊട്ടിയിലെത്തിട്ടോ. സമയം രാത്രി 8:45. ഞങ്ങൾ ഊട്ടിയിലെത്തി. ഒരു വെജിറ്റബിൾ ഹോട്ടലിൽ കയറിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റൂമോടെ സെറ്റാണ്. ഇന്ന് പോവാ നന്നായിട്ടൊന്ന് പറഞ്ഞു. നല്ല സീനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. അതെ പൊറോട്ട, ആലു പൊറോട്ട, എന്താണ് പനീർ, ദാൽ ഫ്രൈ, ഗോബി മഞ്ചൂരി, ഇതൊരു കടായി, ഇതെന്താണ് ഇത് തൈര്, പാവ് ഭാജി.